ഹായ് ഫ്രണ്ട്സ്, നമുക്കിതാ കുറച്ച് നല്ല അടിപൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ? അപ്പോൾ അത് 1 കിലോ ചെമ്മീനാണേ. നമ്മൾ ഈ ചെമ്മീനോട് എന്താ ഉണ്ടാക്കാൻ പോണേ അറിയോ? നമ്മൾ ചെമ്മീൻ 65 ആണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ചിരുള്ളി മീഡിയൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഈ ചെമ്മീൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മസാല തേച്ചിട്ട് 1/2 മണിക്കൂർ വരെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് പ്രത്യേകതരം മസാലയാണ്. അതെന്താ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ചെമ്മീനാണ്. ഈ ചെമ്മീൻ നന്നാക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഞാരെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അറിയോ, ഈ ചെമ്മീൻ്റെ ഈ നടുക്ക് കൂടെ അതായത് ഈ തല നമ്മൾ പൊളിച്ച് മാറ്റുമല്ലോ, ആ തല പൊളിച്ച് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഈ നടുക്ക് കൂടെ ഒരു കറുത്ത ഒരു സംഭവം ഉണ്ടാവും. അതിവിടെ ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ മുറിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അത് കൈകൊണ്ട് മെല്ലെ ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചെടുത്താൽ അത് നമുക്ക് കളയാട്ടോ. അങ്ങനെ കളഞ്ഞിട്ട് വേണം ഈ ചെമ്മീൻ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. അപ്പോൾ നമുക്ക് മസാല വയ്ക്കാം. എന്നാൽ ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിൽ എന്താ ചേർക്കാൻ വേണമറിയോ? കോൺഫ്ലവർ ആണേ. അപ്പം നമ്മൾ നിറച്ചും 1 സ്പൂണ് കോൺഫ്ലവർ ഇതിൽ ചേർക്കണ്ടേ. പിന്നെ നമ്മൾ ചേർക്കണേ 1 സ്പൂണ് അരിപ്പൊടിയാണേ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ 3 സംഭവങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ ഇതിൽ ചേർക്കേണ്ടത്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ 1/2 മണിക്കൂർ വരെ വെക്കണം. അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഒക്കെ പിടിച്ചിട്ട് നമ്മളിതൊരു 1/2 മണിക്കൂർ വരെ ഇവിടെ വെക്കും. അപ്പോൾ അതാ ഇത് നല്ലപോലെ ഞാനിവിടെ വെക്കുകയാണ് 1/2 മണിക്കൂർ. ഇനി നമുക്കിതിൽ വേറെ അടിപൊളിയായിട്ടുള്ള വേറൊരു മസാലയും കൂടി ഉണ്ടാക്കിയെടുക്കാണ്ട്. അപ്പോൾ നമുക്ക് നഞ്ഞി അത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരുന്നത്. നമ്മളെ ചെമ്മീന് നല്ല കളറൊക്കെ ഉണ്ടായിക്കോട്ടെ, ചെമ്മീൻ 65-ന്. അപ്പോൾ അതൊരു 1.5 സ്പൂൺ ഇട്ടു. മല്ലിപ്പൊടി നമ്മൾ 1 ടീസ്പൂൺ ഇട്ടു. കുരുമുളക് പൊടി കേട്ടോ, അതും 1.5 ടീസ്പൂണ്. ഗരം മസാല കേട്ടോ, അത് 1 ടീസ്പൂണ്. മഞ്ഞൾപ്പൊടി നമ്മൾ 1/2 ടീസ്പൂൺ ഇട്ടിരുന്നത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ, അതൊരു സ്പൂൺ ഇടുക കേട്ടോ. 1 സ്പൂണ് അരിപ്പൊടി ഇടണം കേട്ടോ അതിൽ. അപ്പോൾ അതിട്ടു. അതുപോലെ കോൺഫ്ലവർ ഇടണം നമ്മൾ 1 സ്പൂണ്. അപ്പോൾ അതും കൂടി ഇടുക. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് ഇടുന്നത്. കാരണം ഉപ്പ് നോക്കിയിട്ട് ഇടണം. നമ്മൾ ആദ്യം തന്നെ നമ്മളെ ചെമ്മീനിൽ ഉപ്പിട്ടീനല്ലോ. അപ്പോൾ ഇതിൽ കുറച്ചിട്ടാൽ മതി. കാരണം ഈ മസാലയിലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. കുറച്ച്, വളരെ കുറച്ച്. ഇത് ഞാൻ 1.5 മുറി ചെറുനാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ പിഴിഞ്ഞതാണ്, കുരുവൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ നടുക്കേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെന്താ അറിയോ, ഇത് മുട്ടേൻ്റെ വെള്ളയാണ് കേട്ടോ. 1 മുട്ടേൻ്റെ വെള്ള മാത്രം മതി. ഇതിൻ്റെ ആ മഞ്ഞ ഉണ്ണിയില്ലേ, അത് എടുക്കരുതേ. ഇതാ, അപ്പോൾ അത് ഇതേപോലെ എടുത്തിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ വെള്ളം കൂട്ടാനേ പാടില്ലേ, വെള്ളം തീരെ ചേർക്കാൻ പാടില്ല. ഇതുണ്ടാവും, വെള്ളത്തിൻ്റെ ഒരു ഇതുപോലെ തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ ഈ മുട്ടേൻ്റെ വെള്ളയും ആ ചെറുനാരങ്ങേൻ്റെ നീരൊക്കെ ഉണ്ടല്ലോ അതിൽ. നമ്മളത് മുഴുവനും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ നല്ലൊരു മണം ഇങ്ങനെ വരുന്നുണ്ടേ. ഈ മിക്സിങ് ഇങ്ങനെ ആകുമ്പോൾ തന്നെ നല്ലൊരു കൊതിപ്പിക്കുന്ന മണം. ഇതെല്ലാം കൂടി നമ്മൾ ആ ചെമ്മീനിൽ ഇങ്ങോട്ട് തേച്ചിങ്ങോട്ട് പിടിപ്പിച്ചിട്ടുണ്ടൊരു പരിപാടി ചെയ്യാൻ. ഓഹോ, എന്താ ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതാ നമ്മളെ മസാല നല്ലോണം റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളെ ചെമ്മീനിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീനെ അടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളെ മസാലക്കൂട്ട് നമുക്ക് ഇതിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി മിക്സ് ചെയ്യാം കേട്ടോ. ഇതെല്ലാ ഭാഗത്തും ചേരണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കൈ കൊണ്ട് മിക്സ് ആക്കുക നമ്മൾ. അപ്പോൾ മസാലയൊക്കെ തേച്ചതാ നല്ല അടിപൊളിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 10 മിനിറ്റ് വരെ ഇവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പോഴേക്ക് ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകി റെഡിയായി വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഫ്രൈ പാൻ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് കിട്ടിയ ഗിഫ്റ്റാട്ടോ. അപ്പോൾ ഇതിൽ വെച്ചാണ് നമ്മളിന്ന് ഇത് ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ അത് അടുപ്പിൽ വെക്കാൻ പറ്റില്ലല്ലോ, അടുപ്പത്ത് വിറകടുപ്പിൽ. അപ്പോൾ നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ടാട്ടോ ചെയ്യണേ. അപ്പോൾ നമുക്കിന്നത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളെ ഗ്യാസ് എത്തിക്കാം കേട്ടോ. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചെടുക്കാം. ഇത് ശരിക്ക് ഗ്രിൽ പാനാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൽ ഉദ്ഘാടനം ചെയ്യണേ. അപ്പോൾ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇതിൽ പെറുക്കിയിട്ട് കൊടുക്കാം.
അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ മുഴുവനായിട്ട് ഇട്ടു. ഇത് ഈ ഭാഗം ഇങ്ങനെ വേവട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കണം. നമ്മളിത് ഓരോന്നോരോന്ന് ഇങ്ങനെ മറ്റേ ഭാഗം ഇങ്ങനെ വേവിക്കട്ടോ. അപ്പം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിൽ ഇട്ടപ്പോൾ ഇത് നിറച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ കണ്ടില്ലേ, ചുരുങ്ങി ഒരു സൈഡിലേക്ക് ആയിട്ടുണ്ടല്ലേ? ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ പച്ചേൻ്റെ കാര്യവും. നമ്മൾ 1 കിലോ എന്നൊക്കെ പറഞ്ഞ് വാങ്ങുമ്പോൾ ഒരുപാടുണ്ടാവും. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല നേരത്തെ, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് കോരി മാറ്റാം. നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഭാഗത്താണ് എണ്ണ കൂടുതൽ, നമുക്ക് ഈ അരിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കട്ടെ. നമുക്ക് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മളെ സാധനം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ലേശം നാരങ്ങ നീര് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക്. ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയായില്ലേ മനു? അപ്പോൾ ഇത് കഴിക്കുമ്പോഴും ഇതിലേറെ അടിപൊളിയാവും. അപ്പോൾ അത് കഴിച്ചേക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളൊരു ഫ്രണ്ട് ഷെരീഫ് കാക്കേനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരെ വിളിക്കാം. ഷെരീഫ് കാക്ക വരി. ഇങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇജ്ജ് വേറെ ഉണ്ടാക്കിക്കോ, ഇതെനിക്ക് തന്നെ. അയ്യോ ആയിക്കോട്ടെ. ഒരു മുഖസ്തുതിക്ക് വേണ്ടി പറയല്ല, സംഭവം സാറായിട്ടുണ്ട്. നമ്മളെ ചെമ്മീൻ 65. ഓക്കെ, സംഭവം ഇതിന്റെ പേര് എനിക്കറിയില്ല, ടേസ്റ്റ് സാറാണ്. താങ്ക് യു. നിങ്ങൾ പറഞ്ഞ മാതിരി ഇത് ഞാൻ കൊണ്ടുപോകും. അത് നിങ്ങൾ കൊണ്ടേക്കോളി. ഇത് കഴിക്കാനായിട്ടല്ലേ ചോറിക്ക്? ഓക്കെ, അതിന് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഷെരീഫ് കാക്കയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണ്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെമ്മീൻ 65 നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ചാനൽ ചിരുളി മീഡിയ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിടുന്ന അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ചിരുളി മീഡിയ വ്ളോഗ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ആരും ബേജാറാവണ്ട, ഇടങ്ങനാവണ്ട, എല്ലാവരും വെച്ചോളി, തിന്നോളി. അപ്പോൾ ഷെരീഫ് കാക്കയ്ക്കുള്ള നമ്മൾ കൊടുത്തയച്ചു. ഓരോ പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ, എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പം നല്ലൊരു കഷ്ണം തന്നെ എടുക്കലേ. ഇതാക്കും, നല്ല അടിപൊളി ഒരു കഷ്ണം എടുത്തു കേട്ടോ. നല്ല ക്രിസ്പി, ക്രഞ്ചി, ടേസ്റ്റി. എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. മനുവിനാണെങ്കിൽ കൊതിയായിട്ട് വയ്യാനും, ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. ഈ ഉള്ളിയൊക്കെ എടുത്തിങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ എൻ്റെ അമ്മേ. വീണ്ടും വീണ്ടും കഴിക്കാൻ ഇങ്ങനെ തോന്നിപ്പിക്കട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായം കിട്ടും വിരുന്നുകാരുടെ അടുത്തുനിന്ന്. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. എളുപ്പമല്ലേ? എത്ര എളുപ്പമാണ്, സിമ്പിളല്ലേ? എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. സൂപ്പർ.